ഹായ് ഓൾ, വെൽക്കം ടു ജേർലൻ. നമ്മൾ ഇന്ന് K3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് നമ്മൾ ഓരോരോ ക്ലാസ്സുകളായിരുന്നു നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ആ ചോദ്യ രീതിയും മനസ്സിലാവും, അതേപോലെ നമ്മൾ പഠിച്ച കാര്യത്തിന്റെ ഒരു റിവിഷനും കൂടെ ഒരുമിച്ച് ഇത്തരം ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ അവിടെ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിവിടെ ആറ്റത്തിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിന്റെ ആൻസറും അതിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബോർ ആറ്റം മോഡൽ ക്യാൻ എക്സ്പ്ലെയിൻ ദ 4 ഓപ്ഷൻസ് ഉണ്ട്. സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം ഓൺലി, ഓപ്ഷൻ ബി സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ, ഓപ്ഷൻ സി വിസിബിൾ സ്പെക്ട്രം ആൻഡ് ഡി സ്പെക്ട്രം ഓഫ് ആറ്റം ഓർ അയോൺ കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ ഓൺലി. ഓക്കെ, അപ്പൊ നമ്മുടെ പഠിച്ചിട്ടുള്ള ബോർ ആറ്റം മോഡൽ, നമുക്ക് ധാരാളം ആറ്റം മോഡലുകൾ പഠിക്കാനുണ്ട്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ മോഡൽസ് പഠിക്കുന്ന കാര്യമാണ് അല്ലെ, നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് മോഡൽ എന്തായിരുന്നു? പ്ലം പൊടി മോഡലാണ്. അതിനുശേഷം ന്യൂക്ലിയർ മോഡൽ വന്നു. അതിനുശേഷം വന്നിട്ടുള്ളതാണ് ബോർ ആറ്റം മോഡൽ. ഇതിനുശേഷമുള്ള മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഓക്കെ, അപ്പൊ അതിലെ ബോർ ആറ്റം മോഡൽ എന്നുള്ള ചോദ്യമാണ്. ഈ ബോർ ആറ്റം മോഡൽ എന്ത് കാര്യത്തിനെയാണ് ആ ഒരു മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? സ്പെക്ട്രം ഓഫ് ആറ്റം ഓർ അയോൺ കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ ഓൺലി. ഒരു ഇലക്ട്രോൺ അടങ്ങുന്ന ആറ്റത്തിനെ അല്ലെങ്കിൽ അയോണിന്റെ കേസ്, അതിന്റെ സ്പെക്ട്രം മാത്രമായിരിക്കും എന്ത് നമ്മുടെ ബോർ ആറ്റം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ ചോദ്യം വന്നിരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ വളരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിലാണ് നമ്മൾ. കാരണം സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം നമ്മളവിടെ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രത്തിനെ, അതായത് നമുക്കറിയാം എമിഷൻ സ്പെക്ട്രം ഉണ്ട്, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്. അതേപോലെ അതിനകത്തുള്ള ആ എമിഷൻ സ്പെക്ട്രനെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ ബോർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് കാണുന്ന പല കാര്യങ്ങളെ കുറിച്ചും, അതിലെ എന്താണ് ഇലക്ട്രോണിന്റെ ട്രാൻസിഷൻ, അത് വഴി ഉണ്ടാകുന്ന ഡിഫറെന്റ് ലൈൻസ് അല്ലെ, പല സീരീസ്, ബാൽമർ സീരീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പല ഡൗട്ടും തോന്നും, ഈ ഓപ്ഷൻ എ ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. എന്താണ് സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം ഓൺലി, അതാണ്. അപ്പൊ നമ്മൾ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ. അതുപോലെ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ, ആറ്റം എന്നുള്ളത് മാറ്റി ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂൾ എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ആയിപ്പോ. വിസിബിൾ സ്പെക്ട്രം, അതേപോലെ തന്നെ സ്പെക്ട്രം ഓഫ് ആറ്റം ഓർ അയോൺ കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ ഓൺലി. ഓക്കെ, അപ്പൊ നമ്മളെ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കുന്ന രീതിയിൽ വളരെ ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക എക്സാമിന് പോകുമ്പോൾ ഇതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിരിക്കും, ഇത്രയും ഡീപ്പ് ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ എക്സാമിന് പോവാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. എന്താണ്? ദ ബോർ മോഡൽ വർക്ക്സ് വെൽ ഫോർ ഹൈഡ്രജൻ ആൻഡ് അതർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് അല്ലെ. നമ്മളിത് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഹൈഡ്രജനും അതേപോലെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനും എന്ന് പറഞ്ഞാൽ He+, Li2+, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ സിംഗിൾ ഇലക്ട്രോൺ ഉള്ള സ്പീഷീസിനാണ് എന്താ ഈ പറയുന്ന ബോർ ആറ്റം മോഡല് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കാം. ഓക്കെ, വിച്ച് ഹാവ് ഓൺലി 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഈ 1 ഇലക്ട്രോൺ സിസ്റ്റങ്ങൾക്ക് മാത്രമാണ് ബോർ ആറ്റം മോഡല് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ, it cannot accurately explain spectra for atoms or ions with more than 1 electron. അപ്പോൾ ഈ 1 ഇലക്ട്രോണിൽ അധികം ഉള്ള ആറ്റങ്ങളുടെയോ അയോൺസിന്റെയോ കാര്യങ്ങൾ എന്താണ് ഈ ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവിടെ ധാരാളം കോംപ്ലിക്കേഷൻസ് വരും. ഓക്കെ, ഈവൻ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഹയർ എലമെന്റ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ധാരാളം അപ്രോക്സിമേഷൻ മെത്തേഡുകളൊക്കെ കൂടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പൊ ബോർ ആറ്റം മോഡലിന്റെ കേസിൽ പ്രത്യേകിച്ചും ഓർത്തിരിക്കുക, സ്പെക്ട്രം ഓഫ് ആറ്റം ഓർ അയോൺ കണ്ടെയ്നിങ് 1 ഇലക്ട്രോൺ ഓൺലി. അപ്പൊ 1 ഇലക്ട്രോൺ സിസ്റ്റം എന്നുള്ള ഒറ്റൊരു വേർഡ് അവിടെ ഓർത്തിരുന്നാൽ മതി. എന്താണ് 1 ഇലക്ട്രോൺ സിസ്റ്റം? ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളെയാണ് ബോർ ആറ്റം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? ആറ്റം ഓർ അയോൺ കണ്ടെയ്നിങ് ഓൺലി 1 ഇലക്ട്രോൺ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പൊ കൺഫ്യൂസിങ് ആണ് പലപ്പോഴും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചത് വെച്ച് ഓപ്ഷൻ എ ഒക്കെ ആൻസർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ,
സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഐസോട്ടോപ്പുകളെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്? ഓക്കെ, അപ്പൊ ഫോസിലുകളുടെ ഏജ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ആൻഡ് ഓക്സിജൻ 17. ഏതായിരിക്കും? നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഐസോട്ടോപ്പുകൾ എന്താണ്, അതിന്റെ ഡെഫിനീഷൻ എന്താണ്, അതിന്റെ എക്സാമ്പിൾസും അതിന്റെ യൂസസ് അല്ലെ, അക്കമിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഐസോട്ടോപ്പിന്റെ യൂസ് വേണമെങ്കിലും ചോദ്യമായിട്ട് വരാം. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഫോസിലുകളുടെ ഏജ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ സി അല്ലെ, കാർബൺ 14 ഐസോട്ടോപ്പ് ആണ്. കാർബൺ 12 എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന കാർബൺ, വെറുതെ നമ്മൾ കാർബൺ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കാർബൺ 12 ഐസോട്ടോപ്പ്. എന്നാൽ കാർബൺ 14 ആണ് ഏജ് ഓഫ് ഫോസിൽസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. ആ പ്രോസസ്സ് ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? റേഡിയോ കാർബൺ ഡേറ്റിംഗ് അല്ലെ. റേഡിയോ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാലും മതി. കാർബൺ ഡേറ്റിംഗ് അല്ലെ, ഏജ് ഈ പറയുന്ന ഫോസിൽസിന്റെ ഒക്കെ ഏജ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 14 ആണ്. റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കേ, സോ കാർബൺ 14 ആണ് ആൻസർ വരുന്നത്. കാർബൺ 14, ഇവിടെ ഈ 14 സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആക്ച്വലി വരേണ്ടത് കേട്ടോ. ഇതെന്താണ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ് അല്ലെ. C14ന്റെ പ്രത്യേകത റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ എ മെത്തേഡ് കോൾഡ് റേഡിയോ കാർബൺ ഡേറ്റിംഗ് അല്ലെ. ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നത് റേഡിയോ കാർബൺ ഡേറ്റിംഗ് എന്ന് അറിയപ്പെടുന്നു. ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ് ആൻഡ് ഏൻഷ്യന്റ് ബയോളജിക്കൽ മെറ്റീരിയൽസ്. ഓക്കെ, ഫോസിലുകളുടെയും മറ്റ് ഏൻഷ്യന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ മെറ്റീരിയൽസിന്റെയും ഏജ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദിസ് വർക്ക്സ് ബിക്കോസ് ലിവിങ് തിങ്സ് അബ്സോർബ് കാർബൺ. ലിവിങ് തിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കാർബണിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് C14. അപ്പൊ ഈ കാർബണിനെ അബ്സോർബ് ചെയ്യുന്നതിനോടൊപ്പം കാർബണിന്റെ സാധാരണ കാർബൺ നമ്മൾ പറഞ്ഞു കാർബൺ 12 ആണ്. അപ്പൊ അതിനെ അബ്സോർബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് അളവിൽ എന്തും കൂടെ അബ്സോർബ് ചെയ്യും? C14നെ കൂടി എന്ത് ചെയ്യും? ഈ ലിവിങ് ബീയിങ്സ് അബ്സോർബ് ചെയ്യും. ലിവിങ് ബീയിങ്സ് അല്ല, ലിവിങ് തിങ്സ്. ഓക്കെ, എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതിനുശേഷം ആഫ്റ്റർ ഡെത്ത്, മരണശേഷം എന്ത് ചെയ്യും? കാർബൺ 14 സ്റ്റാർട്ട്സ് ടു ഡീകേ അറ്റ് എ നോൺ റേറ്റ്. മനസ്സിലായോ? ഈ കാർബൺ 14 റേഡിയോ ആക്റ്റീവ് ആണ്. അതെന്ത് ചെയ്യും? അതിന് ഡീകേ സംഭവിക്കും. ഓക്കെ, ഡീകേ ചെയ്യുന്നതിന്റെ ആ ഒരു പ്രോസസ്സിന് എന്തുണ്ട്? ഒരു റേറ്റ് ഉണ്ട്, ഒരു പ്രത്യേക സ്പീഡ് ഉണ്ട്. മനസ്സിലായോ? പ്രത്യേക ഒരു സ്പീഡിലാണ്, ഒരു റേറ്റിലാണ് ആ ഒരു ഡീകേ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, സോ ബൈ മെഷറിംഗ് ഹൗ മച്ച് ഈസ് ലെഫ്റ്റ്, കാരണം നമുക്ക് ഇതിന്റെ ഈ ഡീകേ ചെയ്യുന്നതിന്റെ റേറ്റ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എത്ര ടൈം എടുത്തിട്ടാണ് ഇത്ര ഒരു എമൗണ്ട് ഡീകേ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം എത്രത്തോളം ബാക്കിയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര കാലം എടുത്തിട്ടാണ് ഡീകേ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആണോ? സയന്റിസ്റ്റ് ക്യാൻ എസ്റ്റിമേറ്റ് ഹൗ ലോങ് ഇറ്റ് ഹാസ് ബീൻ സിൻസ് ദ ഓർഗാനിസം ഡൈഡ്. ഓക്കെ, ഈ ഒരു ഓർഗാനിസം മരിച്ചതിന് ശേഷം എത്ര നാള് കഴിഞ്ഞിട്ടാണ് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ ഒരു കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി കാർബൺ 12 നോക്കുകയാണെന്നുണ്ടെങ്കിലും കാർബൺ 13 നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്? അത് സ്റ്റേബിൾ ഐസോട്ടോപ്പുകളാണ്. കാർബണിന്റെ സ്റ്റേബിൾ ഐസോട്ടോപ്പുകളാണ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആയിട്ടുള്ള C14 ആണ് ഇത്തരത്തിൽ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. കാരണം അത് മാത്രമാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഡീകേ സംഭവിക്കുന്ന ആ ഒരു കാര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഏജ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി ഓക്സിജൻ 17, ദാറ്റ് ഈസ് 17O. ഇത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, 17O എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഓൾസോ സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിജന്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐസോട്ടോപ്പ് തന്നെയാണ്. ഓക്കെ, ഓക്സിജൻ 16ഉം 17 ഒക്കെയാണ് അതിന്റെ ഓക്സിജന്റെ ഐസോട്ടോപ്പുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് C14. ഇനി മറ്റ് ഐസോട്ടോപ്പുകളും അതിന്റെ യൂസസും നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാം പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ഈ പറയുന്ന കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതെന്നാണ്. ആൻസർ മനസ്സിലായല്ലോ? കാർബൺ 14 ആണ്. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. Which among the following is the subshell electronic configuration of
ക്രോമിയം. ഓക്കെ, ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതായിരിക്കും? AR, ഇത് ഇവിടെ ആർഗണിന്റെ കോൺഫിഗറേഷൻ. ദെൻ 3D1 4s2 ആണോ ക്രോമിയത്തിന്റെ അവസാനം വരുന്നത്? അതോ ക്രോമിയത്തിന്റെ അവസാനം 3D5 4s1 ആണോ? അതോ ആർഗൺ 3D4 4s2 എന്നുള്ളതാണോ? അതോ ആർഗൺ 3D3 4s2 എന്നുള്ളതാണോ ഓപ്ഷൻ വരുന്നത്? നമുക്ക് ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം വളരെ സ്പെഷ്യൽ ആണല്ലേ, ഒരു സ്പെഷ്യൽ കേസാണ്. ക്രോമിയത്തിന്റെ ആറ്റമിക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആണ് അല്ലെ. CR24 നമ്മൾ പഠിക്കുന്നതാണ്. CR24. ഓക്കെ, ക്രോമിയം ആറ്റമിക് നമ്പർ 24. ഇതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്പെഷ്യൽ കേസായിട്ട് പഠിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ കോൺഫിഗറേഷൻ വരുന്ന മറ്റൊരു എലമെന്റ് ഏതാണ്? നമ്മുടെ കോപ്പർ അല്ലെ, Cu29 ഇതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ പ്രത്യേകം എടുത്ത് പഠിക്കുന്ന 2 സ്പെഷ്യൽ കേസുകളാണ്. ഒന്ന് ക്രോമിയത്തിന്റെതും മറ്റേത് കോപ്പറിന്റെയും കേസ് അല്ലെ. അപ്പൊ ക്രോമിയത്തിന്റെ കേസിൽ ഏതാണ് കോൺഫിഗറേഷൻ വരുന്നത്? ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ, 3D5 4s1 എന്നുള്ളതാണ്. ഓക്കെ, ആർഗൺ 3D5 4s1 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിന്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊണ്ട് തന്നെയാണ്. നോക്കിക്കേ, അപ്പൊ ക്രോമിയം സിമ്പിൾ CR ആണ്, ആറ്റമിക് നമ്പർ 24 ആണ്. എന്താണ്? എക്സെപ്ഷൻ ടു ദ യൂഷ്വൽ ഫില്ലിംഗ് ഓർഡർ അല്ലെ. ഇവിടെ യൂഷ്വൽ ആയിട്ട് ഇലക്ട്രോൺ ഫില്ലാകുന്ന ഓർഡർ അല്ല, ഒരു സ്പെഷ്യൽ കോൺഫിഗറേഷൻ ആണ് ഇതിനുള്ളത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് AR 3D4 4s2 നമ്മുടെ യൂഷ്വൽ ഫില്ലിംഗ് ആണെങ്കിൽ, യൂഷ്വൽ സ്കീം ഓഫ് ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് 3D4 4s2 ആണ് അവസാനം വരേണ്ടത്. എന്നാൽ 1 ഇലക്ട്രോൺ ഫ്രം ദ 4s ഓർബിറ്റൽ മൂവ്സ് ടു ദ 3D ഓർബിറ്റൽ മേക്കിംഗ് ഇറ്റ് 3D5 4s1. ആണോ? ഈ 4s2ലെ ഒരു ഇലക്ട്രോൺ എവിടേക്ക് മൂവ് ചെയ്യും? ഈ 3Dയിലേക്ക് മൂവ് ചെയ്യും. അതിന്റെ ഫലമായിട്ടാണ് 3D5 4s1 എന്നുള്ള അവസാന കോൺഫിഗറേഷൻ കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഗീവ്സ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഡ്യൂ ടു എന്ത് സംഭവിക്കുന്നു? ഹാഫ് ഫിൽഡ് ഡി സബ് ആവും അല്ലെ. ഈ ഡിയുടെ കേസ് നമുക്കറിയാം, ഡിയിലെ മാക്സിമം എന്ന് പറയുന്നത്, ഡി സബ്ഷെല്ലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? ഡിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 10 ആണ്. 10. അപ്പം ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 5 അല്ലെ. അപ്പോൾ ഡിയുടെ കേസിൽ ഡി സബ്ഷെല്ലില് 10 ഇലക്ട്രോണോ, അതായത് ഫുൾ അതിന്റെ കപ്പാസിറ്റി ആയിട്ടുള്ള 10 ഇലക്ട്രോണോ അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ഫിൽഡ് സ്റ്റേറ്റ് അതായത് D5 കോൺഫിഗറേഷനോ വന്നാൽ അല്ലെ, D10ഓ D5ഓ വന്നാൽ ഇത്തരം കോൺഫിഗറേഷൻസ് എന്താണ്? എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. കണ്ടോ, എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഈ 4s2 3D4 ആണ് യൂഷ്വലി വരേണ്ടത്. എന്നാൽ ഈ ഒരു ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ 3D5 ആയിട്ട് മാറും. 3D5 എന്ന് പറഞ്ഞാൽ D5 ആയി, അതായത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആയി, മാക്സിമം കപ്പാസിറ്റിയുടെ ഹാഫ് ആയി. ഓക്കെ, അപ്പൊ ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റലിൽ നിന്നുണ്ട്, എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു റീസൺ കൊണ്ടാണ് ഇവിടുത്തെ ഈ 4sലെ ഒരു ഇലക്ട്രോൺ ഇവിടേക്ക് ഷിഫ്റ്റ് ആവുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. 3D4 എന്നുള്ള അവസ്ഥയിലേക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടെ വന്നിട്ട് 3D5 ആവും. അതേപോലെ 4s2 എന്തായി മാറി? 4s1 ആയിട്ട് മാറി. ഓക്കെ, അപ്പം എക്സ്ട്രാ സ്റ്റെബിലിറ്റി, ആ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെല്ല് അത് മൂലം കിട്ടുന്ന എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ് ഇങ്ങനെ വരാനുള്ള റീസൺ. ഓക്കെ, ഈ 2 പോയിന്റും നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ഹാഫ് ഫിൽഡ് ഡി സബ്ഷെല്ലാകും, അതുകൊണ്ട് ഈ ഒരു കോൺഫിഗറേഷന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ക്രോമിയം ഈ ഒരു കോൺഫിഗറേഷനിലായിരിക്കും കാണപ്പെടുക. ഒരിക്കലും 4s2 3D4 എന്നായിരിക്കില്ല അതിന്റെ കോൺഫിഗറേഷൻ. ഓക്കെ, അതേപോലെ തന്നെ സ്പെഷ്യൽ കേസ് വരുന്നത് നമ്മുടെ അടുത്ത ആരായിരുന്നു? കോപ്പർ അല്ലെ. കോപ്പറിന്റെ കേസിൽ എങ്ങനെയാ വരാ? Cu29. അതിന്റെ അവസാന കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? 4s1 എന്നും 3D10 ഇങ്ങനെയായിരിക്കും വരുന്നത്. യൂഷ്വലി എങ്ങനെയാ വരേണ്ടത്? 4s2ഉം 3D9 ആണ് വരേണ്ടത് കോപ്പറിന്റെ കേസിൽ, കോപ്പർ 29ന്റെ കേസിൽ. എന്നാൽ ഇത് തെറ്റായ കോൺഫിഗറേഷൻ ആണ്. ഇവിടെയും ഈ എസിലെ ഒരു ഇലക്ട്രോൺ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും 3D10 എന്നുള്ള ഒരു കോൺഫിഗറേഷൻ കിട്ടി. കണ്ടോ, D10 കിട്ടി. ഡിയില് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആയി. അപ്പോഴും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, സോ D10 4s1 എന്ന് പറയുന്നതായിരിക്കും കോപ്പറിന്റെ അവസാന കോൺഫിഗറേഷൻ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ
ക്രോമിയവും കോപ്പറുമാണ് നമ്മുടെ സ്പെഷ്യൽ കേസുകളായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്ന കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ രീതി മനസ്സിലായി, നമ്മൾ പഠിച്ച കാര്യത്തിന്റെ ഒരു റിവിഷനും കൂടിയായി. ഓക്കെ, അപ്പൊ ക്രോമിയം കോപ്പറും എപ്പോഴും ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അതുപോലെ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രോമിയത്തിന്റെ കേസിലാണ് ഹാഫ് ഫിൽഡ് വരാം 3D5 4s1. കോപ്പറിന്റെ കേസിലാകുമ്പോൾ ഫുള്ളി ഫിൽഡ് ആവും, ദാറ്റ് ഈസ് 3D10 4s1 എന്നായിരിക്കും കോപ്പറിൻ്റെത് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു ചോദ്യം മനസ്സിലായി. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. The mass number of an atom is 31. The M shell of this atom contains 5 electrons. How many neutrons does this atom have? Option A 31, B 16, C 15 and D 5. Okay, അപ്പോൾ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് നമുക്ക് 2 ക്ലൂസ് തന്നിട്ടുണ്ട്, 2 ഹിന്റ് തന്നിട്ടുണ്ട് ഒരു ആറ്റത്തിനെ സംബന്ധിച്ച്. എന്നിട്ട് അതിൽ നിന്നും ആ ആറ്റത്തിനകത്തുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? മാസ് നമ്പർ. ഇവിടെ ശ്രദ്ധിക്കുക, ആറ്റമിക് നമ്പർ അല്ല തന്നിട്ടുള്ളത്, മാസ് നമ്പർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, മാസ് നമ്പർ 31 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ടെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് തനിയെ ഒന്ന് ചെയ്ത് നോക്കുക. എക്സ്പ്ലനേഷനും ആൻസറും നമ്മൾ എന്തായാലും പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എക്സ്പ്ലനേഷൻ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? മാസ് നമ്പർ 31 ആണെന്ന് തന്നിട്ടുണ്ട്. മാസ് നമ്പർ എ അല്ല, അത് 31 ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് അല്ലെ? ആറ്റത്തിനകത്തുള്ള പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ അല്ലെ? അപ്പൊ നമ്മൾ ഈ ആറ്റത്തിന്റെ കേസിൽ പഠിക്കുന്ന പല ഭാഗത്തു നിന്നും ആയിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം നോക്കിക്കേ, പല ഭാഗത്തും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഇവിടെ ആൻസർ ചെയ്യാൻ. ഓക്കെ, മാസ് നമ്പർ 31 ആണ്. ഇനി എം ഷെൽ കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എം ഷെല്ലില് 5 ഇലക്ട്രോൺ ഉണ്ട്. എം എന്ന് പറയുന്നത് എത്രാമത്തെ ഷെല്ലാണ്? 3ാമത്തെ ഷെല്ലാണ് അല്ലെ? KLM പിന്നെ N, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ എനർജി ലെവൽസ്. ഓക്കെ, സോ എം ഷെല്ല് എന്ന് പറഞ്ഞാൽ 3rd ഷെല്ലാണ്, വിച്ച് ക്യാൻ ഹോൾഡ് അപ് ടു 18 ഇലക്ട്രോൺസ്. അതിന്റെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്കറിയാം 18 ആണ് അല്ലെ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2n² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചല്ലേ നമ്മൾ ഓരോ ഷെല്ലിലെയും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടെത്തുന്നത്. അതനുസരിച്ച് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഫിൽസ് ഷെൽസ് ഇൻ ദ ഓർഡർ. ഈ ഒരു ഓർഡറിലായിരിക്കും അല്ലെ നമ്മുടെ ഷെല്ലുകൾ ഫില്ലാവുന്ന ഓർഡർ. മാക്സിമം ആണ് പറയുന്നത് K. ഫസ്റ്റ് ഷെല്ല് മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യും? 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, L ഷെൽ ദാറ്റ് ഈസ് സെക്കൻഡ് ഷെൽ മാക്സിമം. ഈ 2n² N പകരം 2 കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? നമുക്ക് 8 ഇലക്ട്രോൺ എന്ന് കിട്ടും. L മാക്സിമം 8 ഇലക്ട്രോൺ. M ഷെല്ലില് മാക്സിമം എത്രയാ? 2 × 3² ചെയ്യണം, ദാറ്റ് ഈസ് 18 ഇലക്ട്രോൺ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ പറയുന്ന M ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ 18 ഒന്നും ശരിയാവില്ല. നമ്മൾ പഠിക്കുന്നുണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏത് ഷെല്ലാണെങ്കിലും മാക്സിമം നമ്പർ 8 ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി ഇഫ് ദ എം ഷെൽ ഹാസ് 5 ഇലക്ട്രോൺ, എമ്മിൽ 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ദ ടോട്ടൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? കെയിലും എല്ലിലും എമ്മിലും കൂടെയുള്ള ഇലക്ട്രോൺസ് അല്ലേ ടോട്ടൽ ഉണ്ടാവുക. കെയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2. കാരണം എമ്മിൽ 5 ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് മുന്നേ ഉള്ള ഷെല്ലെല്ലാം ഫില്ലായിരിക്കും. അതിനുശേഷം മാത്രമല്ലേ എല്ലിലേക്ക് ഇലക്ട്രോൺ വരുള്ളൂ. അല്ലാതെ ആദ്യം തന്നെ ആദ്യത്തെ ഇലക്ട്രോണിന് കയറി എൽ ഷെല്ലിൽ പോയിരിക്കാൻ അല്ലെങ്കിൽ എം ഷെല്ലിൽ പോയിരിക്കാൻ ഒരിക്കലും പറ്റില്ല. അതിന് മുന്നേ ഉള്ളതെല്ലാം ഫില്ലായാൽ മാത്രമേ എമ്മിൽ ഇലക്ട്രോൺസ് വരികയുള്ളൂ. ഓക്കെ, അപ്പൊ എമ്മിൽ 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഉള്ള ഷെല്ലെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി എന്നാണ് അർത്ഥം. ഓക്കെ, ചില ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് തരാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തരും. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടെയും അർത്ഥം എന്താണ്? ഇന്നർ ഷെല്ലെല്ലാം തന്നെ ഫില്ലായി കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എമ്മിൽ 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ കെയില് 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. കണ്ടോ, കെയില് 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. എല്ലില് 8 ഇലക്ട്രോൺസും അവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം എമ്മില് ഈ പറയുന്ന നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ പ്രകാരം 5 ഇലക്ട്രോണും ഉണ്ട്.
ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം അല്ലെ? എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 + 2 10 ആണ്. 10 + 5 15 ഇലക്ട്രോൺസ് അവിടെ ടോട്ടൽ ഉണ്ട്. അത്രയും മനസ്സിലായല്ലോ. അപ്പം 15 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്പർ ഓഫ് ഒരു ന്യൂട്രൽ ആറ്റത്തിനെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെന്ന് പഠിച്ചിട്ടില്ലേ അല്ലെ? അപ്പം 15 ഇലക്ട്രോൺസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ന്യൂട്രൽ ആറ്റത്തിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 15 പ്രോട്ടോൺസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോട്ടോണിന്റെ എണ്ണത്തിലേക്ക് ഇവിടെ എത്തുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാൻ ഉള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് പ്രകാരം എങ്ങനെ വരും? മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെ? കാരണം ഈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് മാസ് നമ്പർ. ഓക്കെ, അപ്പൊ അതിന് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടണമെങ്കിൽ മാസ് നമ്പറിൽ നിന്നും നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ ആറ്റമിക് നമ്പർ കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 31 ആണ് നമ്മുടെ മാസ് നമ്പർ. പ്രോട്ടോണിന്റെ എണ്ണം നമ്മൾ ഇവിടെ കണ്ടെത്തി 15 ആണ്. ഓക്കെ, അപ്പൊ 31 31 എവിടെ നിന്ന് കിട്ടിയത്? നമുക്ക് തന്നിട്ടുണ്ട് മാസ് നമ്പർ 31 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ തന്നിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പ്രോട്ടോണിന്റെ എണ്ണത്തെ കണ്ടെത്തിയത്. ഓക്കെ, എന്നിട്ട് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താനായിട്ട് മാസ് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് പ്രോട്ടോൺ കുറയ്ക്കുക. ഓക്കെ, അപ്പൊ 31 - 15 നമുക്ക് ആൻസർ എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 16 ആണ് ഇവിടത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തു അല്ലെ? എന്താണ്? നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും എന്ത് കണ്ടെത്തി? നമ്മൾ ആറ്റമിക് നമ്പർ കണ്ടെത്തി. ആറ്റമിക് നമ്പർ കണ്ടെത്തി, Z കണ്ടെത്തി. അതിനുശേഷമാണ് ഈ പറയുന്ന മാസ് നമ്പറിൽ നിന്ന് ആറ്റമിക് നമ്പർ കുറച്ചിട്ടാണ് നമ്മുടെ ആൻസറിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇവിടെ വേണം. എന്നാൽ മാത്രമേ അതിൽ നിന്ന് ഈ പറയുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ആഡ് ചെയ്താൽ മാസ് നമ്പർ ആണെന്ന് നമുക്ക് അറിയണം. അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടെത്താൻ പറ്റുള്ളൂ. മാസ് നമ്പറിൽ നിന്ന് ഈ പ്രോട്ടോൺസ് കുറയ്ക്കുന്നു അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ലാസ്റ്റ് ആൻസറിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. അതെങ്ങനെ എവിടെ അപ്ലൈ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. അങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഡാൾട്ടൺസ് ആറ്റമിക് തിയറി? നമ്മൾ ആറ്റത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ് ഡാൾട്ടന്റെ ആറ്റമിക് തിയറി അല്ലെ? ആദ്യമായിട്ടൊരു ആറ്റമിക് തിയറി കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ആറ്റമിക് തിയറിയിലെ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് വെച്ചിട്ട് പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഏതാണ് ശരിയായിട്ടുള്ള ഈ തന്നിട്ടുള്ള ഈ ഡാൾട്ടന്റെ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്, തെറ്റായിട്ടുള്ളത് ഏത്, ഇങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതും സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആറ്റമിക് തിയറി പ്രകാരം കറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ്, ആറ്റം ഈസ് ദ ലാർജസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ്. Then, atom of different elements are same in size, mass and chemical properties. Then, atoms of the same or different elements combine together to give a compound of molecule. Option D എന്താണ്? More than one of the above. Okay, ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എന്താണ് ആദ്യം മനസ്സിലാക്കുക. കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ളതാണോ അതോ കറക്റ്റ് അല്ലാത്തത് ഏതാണോ, അങ്ങനെയാണോ, ഏതാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡീകോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കിക്കേ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആറ്റം ഈസ് ദ ലാർജസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് എന്നാണ് തന്നിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ? അതെന്താണ്? തെറ്റാണ്, ഇൻകറക്റ്റ് ആണ് അല്ലെ? ഇൻഡിവിസിബിൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ഇൻഡിവിസിബിൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. ലാർജസ്റ്റ് ഇൻഡിവിസിബിൾ ആണോ? അല്ല. ആറ്റമിക് തിയറി പ്രകാരം ഏറ്റവും ഏറ്റവും ചെറുതും ഇൻഡിവിസിബിളും ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആറ്റം എന്നാണ് ജോൺ ഡാൾട്ടൺ വിശേഷിപ്പിച്ചത് അല്ലെ? ഡാൾട്ടൺ സെഡ് ആറ്റംസ് ആർ ദ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ. സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ എന്നാണ് ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, പാർട്ടിക്കിൾസ് നോട്ട് ദ ലാർജസ്റ്റ്. അപ്പൊ ലാർജസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം എന്താണ്? തെറ്റാണ്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അതായത് നമുക്ക് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, നമുക്ക് വിഭജിക്കാൻ കഴിയാത്ത ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആറ്റം ആണെന്നാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞത് കേട്ടോ. ഇനി ഓപ്ഷൻ ബി എന്താ തന്നിട്ടുള്ളത്? ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ സെയിം ഇൻ സൈസ്, മാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണോ? ഡാൾട്ടൺ പറഞ്ഞ ഇത് പ്രകാരം ശരിയാണോ? അല്ല, ഇതും ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണ്? ഡാൾട്ടൺ സ്റ്റേറ്റഡ് ദാറ്റ് ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആർ ഡിഫറെന്റ് ഇൻ സൈസ്, മാസ് ആൻഡ് പ്രോപ്പർട്ടീസ്. അല്ലെ, ഡിഫറെന്റ് എലമെന്റുകളുടെ ആറ്റങ്ങളെല്ലാം അവയുടെ സൈസും മാസും പ്രോപ്പർട്ടിയും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും എന്നാ പറഞ്ഞത്. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഡിഫറെന്റ് എലമെന്റാ. അതിന്റെ ആറ്റങ്ങൾ എടുത്താൽ അതിന്റെ സൈസും അവയുടെ മാസും പ്രോപ്പർട്ടീസും എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഡിഫറെന്റ് ആറ്റങ്ങളുടെ സൈസും മാസും പ്രോപ്പർട്ടീസും സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബിയും ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ സി എന്താ? ആറ്റംസ് ഓഫ് ദ സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ്സ് combine together to give a compound of molecule. Okay, compound അല്ലെങ്കിൽ molecule ഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. Okay, compound or molecule അല്ലെങ്കിൽ compound of molecule. Okay, so correct ആണ്. That is ഡാൾട്ടന്റെ തിയറി പറയുന്നത് എന്താണ്? ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു എന്ന് ഡാൾട്ടന്റെ ആറ്റമിക് തിയറിയിൽ പറയുന്നുണ്ട് അല്ലെ. ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നു ഇൻ സിമ്പിൾ റേഷ്യോസ് ടു ഫോം കോമ്പൗണ്ട്സ് അല്ലെ. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ ഏറ്റവും ഫെമിലിയർ എക്സാമ്പിൾ ആണ്. ഡിഫറെന്റ് എലമെന്റുകളുടെ ആറ്റങ്ങൾ ചേർന്നുകൊണ്ട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ ഒരു എലമെന്റ്, ഓക്സിജൻ വേറൊരു എലമെന്റ്, ഇത് രണ്ടും കമ്പൈൻ ചെയ്തപ്പോൾ ഒരു കോമ്പൗണ്ട് ഉണ്ടായി, വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടായി. ഓക്കെ, അപ്പം ഡിഫറെന്റ് എന്താണ്? സെയിം അല്ലെങ്കിൽ ഡിഫറെന്റ് എലമെന്റുകൾ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോമ്പൗണ്ട് ഓഫ് മോളിക്യൂൾ. ഓക്കെ, ഒരു മോളിക്യൂളിന്റെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ഇനി ഇവിടെ കോമ്പൗണ്ട് ഓഫ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഓർ കൊടുത്താലും എന്താണ്? ശരിയാണ്. കോമ്പൗണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾ ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി എന്താണ്? കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? മോർ ദാൻ വൺ ഓഫ് ദ എബവ്. അതായത് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. തന്നിട്ടുള്ളതില് ക്വസ്റ്റ്യൻ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് നാലാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് മോർ ദാൻ വൺ ഓഫ് ദ എബവ്. അതായത് മുമ്പ് തന്നിട്ടുള്ള 3 ഓപ്ഷനിൽ ഒന്നിൽ കൂടുതൽ എണ്ണം ശരിയാണെന്ന്. ഒന്നിൽ കൂടുതൽ എണ്ണം ശരിയാണോ? ഇൻകറക്റ്റ് ആണ്, അത് തെറ്റാണ്. അല്ല, ഓൺലി സി. അതായത് ഒന്ന് മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. സി എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതിന് മുന്നേ ഉള്ള എയും ബിയും തെറ്റായിരുന്നു. അപ്പൊ ഒന്നിൽ കൂടുതൽ എണ്ണം, മോർ ദാൻ വൺ ഓഫ് ദ എബവ്, മുമ്പുള്ളതിലെ ഒന്നിൽ കൂടുതൽ എണ്ണം ശരിയാണ് എന്ന് പറയുന്ന ആ പ്രസ്താവന തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ കുറച്ച് കൺഫ്യൂസിങ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ തെറ്റാണ്ട് ആൻസർ ചെയ്യാം. ഓക്കെ, സോ ഓപ്ഷൻ സി മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അതായത് ആറ്റംസ് ഓഫ് ദ സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ്സ് കമ്പൈൻ ടുഗദർ ടു ഗീവ് എ കോമ്പൗണ്ട് ഓർ മോളിക്യൂൾ. ഓക്കെ, കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നു. എങ്ങനെ? ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഒരു മോളിക്യൂളോ ഫോം ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ സി മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്പം ചില ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ്? വളരെ കൺഫ്യൂസിങ് ആണ്. നമ്മൾ പഠിച്ച പോയിന്റുകൾ തന്നെ നമ്മളെ തെറ്റിക്കുന്ന രീതിയിൽ കൺഫ്യൂസിങ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുന്ന പോയിന്റിനോട് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഇതിലൊക്കെ എന്താണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഇടുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എല്ലാം PYQs ആണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിവിഷനും ആയി, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി എന്താണെന്നുള്ള ഒരു ഐഡിയയും കൂടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും ചോദിക്കാം. കാരണം നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, ക്വാളിഫൈങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പം
പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ഏത് ലെവലിൽ വേണമെങ്കിലും ആകാം, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി നന്നായി പഠിച്ച് നന്നായി റിവിഷനും ചെയ്തതിന് ശേഷം തന്നെ എക്സാമിന് പോവുക. സോ എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയം ആശംസിക്കുകയാണ്. നമുക്ക് മറ്റ് ക്ലാസ്സുകളിലൂടെ കാണാം. താങ്ക് യു.